ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോറസ്റ്റ് ട്രേഡിനെ കുറിച്ചാണ്. ഫോറസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറെ കീഴിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് മാർക്കറ്റിൽ നിരവധി ബ്രോക്കേഴ്സുകളെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ബ്രോക്കേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. FXTM, XNS, അതുപോലെ തന്നെ FXTM തന്നെ ഒരു മദർ കമ്പനി ആയിട്ടുള്ള അൽപാരി എന്ന ഇന്ത്യയിലെ ആ ഒരു കമ്പനിയെയും കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് അൽപാരി എന്ന ട്രേഡിംഗ് ബ്രോക്കറിനെയാണ്. INR സിമ്പിളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കറാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അൽപാരി എന്ന ഈ ഒരു ബ്രോക്കറിൽ എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ MT5 ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. MT5 എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അൽപാരിയിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രോക്കർ കീഴിൽ നിരവധി അക്കൗണ്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അൽപാരിയിൽ ഏതെല്ലാം തരത്തിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടുകളാണ് ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇനിയും ഫോറക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 3 ബ്രോക്കറിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. അൽപാരി എന്ന ബ്രോക്കർ ആപ്ലിക്കേഷനാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം ഫോറക്സ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബ്രോക്കറെ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ്. കാരണം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിലൊരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്രോക്കറെ കീഴിൽ ചെയ്യാനുണ്ടാവുക. ബാക്കിയെല്ലാം ട്രേഡിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് MT5 അല്ലെങ്കിൽ MT4ലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇനി നമുക്ക് ഈ ഒരു അൽപാരിയിൽ എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് അതുപോലെ പ്രാക്ടീസ് ട്രേഡിംഗ് എന്നുള്ള 2 ഓപ്ഷൻ കാണാം. ലൈവ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടാണ്. പ്രാക്ടീസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് എന്നൊക്കെ പറയും. പ്രാക്ടീസ് ട്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ചെയ്യുക പ്രാക്ടീസ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് MT5 തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് MT5 പ്രാക്ടീസ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് MT5 ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ബാക്ക് വന്നു, ലൈവ് ട്രേഡിംഗ് എന്നുള്ള സെക്ഷൻ എടുത്തു. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിയൽ അക്കൗണ്ട് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഒരു MT4ലും MT5ലും ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അക്കൗണ്ട് ID കാണാം, MT5ലാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഡീആക്ടിവേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ട കൺഫേം അക്കൗണ്ട് ഡീആക്ടിവേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് എന്തായിട്ടുണ്ടാവും, അത് പെർമനൻ്റ് ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇതുപോലെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിൽ നിങ്ങളുടെ ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ആഡ് ന്യൂ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 തരം അക്കൗണ്ടാണുള്ളത്. ഒന്ന് മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ട്, സ്റ്റാർട്ട് സ്മാളർ അക്കൗണ്ട്, മൈക്രോ അക്കൗണ്ട്. അതിൻ്റെയൊക്കെ മിനിമം ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മൈക്രോ അക്കൗണ്ടാണ് ഏറ്റവും ലോ അക്കൗണ്ട് എന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് $30 ആണ്. താഴെയുള്ള ഒരു മൈക്രോ എന്നുള്ള ഒരു സെക്ഷൻ്റെ നേരെ കാണുന്ന ആ ഒരു ആരമാർക്ക് ഉണ്ട്. ആ ഒരു ആരമാർക്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജിലോട്ടാണ് പോകുന്നത്. സെലക്ട് യുവർ അക്കൗണ്ട് ലിവറേജ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ ഒറ്റ ലിവറേജ് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചെയ്യാനുണ്ടാവുക ക്രിയേറ്റ് പാസ്വേഡ് ഫോർ മെറ്റ ട്രേഡർ എന്നുള്ള ഒരു ബോക്സിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോണസ് ക്ലെയിമിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ട മേക്ക് എ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ട് ID കാണാം, ലിവറേജ് സെക്ഷൻ കാണാം.
അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ അക്കൗണ്ട് MT4 മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MT5 യൂസ് ചെയ്യുന്നവരാണ് ഇതിൽ അൽഫാരിയിലെ മൈക്രോ അക്കൗണ്ട് എടുക്കരുത് എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് സ്റ്റാർട്ട് സ്മോളർ എന്നുള്ള ഈ ഒരു അക്കൗണ്ട് ചെക്ക് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കണ്ടോ, സെലക്ട് യുവർ അക്കൗണ്ട് ലിവറേജ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ലിവറേജ് സെലക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ മൈക്രോ അക്കൗണ്ടിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലിവറേജ് സെലക്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. USDT ആണോ യൂറോ എന്നുള്ളത് ഓൾറെഡി USDTയിലാവും. യൂറോയിലാണെന്നുണ്ടെങ്കിൽ യൂറോ സെലക്ട് ചെയ്താൽ മതി. പൊതുവെ എല്ലാവരും USDT ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ID കാണാം, അക്കൗണ്ട് ടൈപ്പ് കാണാം, ലിവറേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് സ്മോളർ അക്കൗണ്ടിൽ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് $100 ആണ്. അതുപോലെ അതിൻ്റെ സ്പ്രെഡ് വരുന്നത് 1.4 ആണ്. അത് പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ അക്കൗണ്ടിന് സ്പ്രെഡ് വരുന്നത് 0.3 ആണ് എന്നുള്ള കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ട് ചെക്ക് ചെയ്യാം. അതിൽ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് $300 ആണ്. സ്പ്രെഡ് ഫ്രം 0 ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ തന്നെ 2 അക്കൗണ്ടാണ് വരുന്നത്, പ്രോ ECN അക്കൗണ്ടും അതുപോലെ ECN അക്കൗണ്ട്. ഈ പ്രോ ECN അക്കൗണ്ടിൽ സ്പ്രെഡ് ഫ്രം 0, അതായത് സ്പ്രെഡ് 0 ആണ് കൊടുത്തിട്ടുള്ളത്. കമ്മീഷൻ ചാർജ്ഡ് പെർ ട്രേഡ്, ഓരോ ട്രേഡിനും കമ്മീഷൻ ചാർജ്ഡ് കറക്റ്റായിട്ട് പിടിക്കും എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം MT4ലും MT5ലും ഈ ഒരു പ്രോ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ECN അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് അവിടെ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പ്രെഡ് ഫ്രം 0.8 ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പ്രെഡ് ഉണ്ട്. അതുപോലെ തന്നെ 0 കമ്മീഷൻ ആണ്. ECN അക്കൗണ്ടിൽ സ്പ്രെഡ് ഉള്ളത് കൊണ്ടാണ് 0 കമ്മീഷൻ. അതുപോലെ തന്നെ പ്രോ ECN അക്കൗണ്ടിൽ സ്പ്രെഡ് 0 ആണ്. അതുകൊണ്ടാണ് ഓരോ ട്രേഡിനും കമ്മീഷൻ പിടിക്കുന്നത്. സോ ECN അക്കൗണ്ട് MT4ൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രോ ECN അക്കൗണ്ട് എന്നുള്ള ഈ ഒരു സെക്ഷൻ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടോ, നേരെ നെക്സ്റ്റ് പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ സെലക്ട് യുവർ അക്കൗണ്ട് ലിവറേജ്, നമുക്ക് എക്സ്ട്രാ ഓരോ ലിവറേജും കൂടെ കിട്ടിയിട്ടുണ്ടാവും. മാക്സിമം ലിവറേജ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 500 അല്ലെങ്കിൽ 100,000 ഒക്കെ എടുക്കാൻ പറ്റും. സോ മാക്സിമം ലിവറേജ് കുറച്ചിട്ടുള്ള അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിലൊക്കെ. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. നേരെ കണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. വ്യൂ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാ ഡീറ്റെയിൽസും കാണാം. ലിവറേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് MT5 ആണ്. പിന്നെ ഇപ്പോൾ സെർവർ പ്രത്യേകിച്ച് ഇതിൽ നോക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനാകെ 2 സെർവറേ വരുന്നുള്ളൂ. ഒന്ന് ഡെമോ സെർവറും ഒന്ന് റിയൽ സെർവറും മാത്രമേ വരുന്നുള്ളൂ. ഇനി മെയിൻ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ഏതാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആവുന്നത് കാണാം. മുകളിൽ ആ ഒരു ചേഞ്ച് ആയത് കാണാൻ പറ്റും. സോ ഇനി എനിക്ക് ഫണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 2 ഓപ്ഷനാണ് ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാനുള്ളത്. ഒന്ന് INR ക്രിപ്റ്റോ കറൻസിയും. INR ആണ് എന്നുണ്ടെങ്കിൽ INR എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ INR എന്നുള്ള അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്യാം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം $30 താഴെയുള്ള INR ആണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 3 USDT ഫീ ആയിട്ട് പിടിക്കുമെന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ INR ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം എന്തെങ്കിലും ഒരു 3,000 എങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ ആകുമ്പോൾ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ആഡ് ആകും. ഇനി ക്രിപ്റ്റോ കറൻസി ആണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് പേജിലുണ്ട് BTC, എതേറിയം, TRX, USDT ഇതെല്ലാം ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. USDT എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. എതേറിയം നെറ്റ്വർക്കിലും ബൈനാൻസ് സ്മാർട്ട് ചെയിനും ട്രോൺ നെറ്റ്വർക്കിലൊക്കെ USDT ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അവിടെയും കൊടുത്തിട്ടുണ്ട് $30 താഴെയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ $3 ഫീസായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾ $30 എങ്കിലും മിനിമം ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. മാക്സിമം $30 മുകളിൽ ചെയ്യാൻ നോക്കുക. സോ താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നെ കോയിൻസ് ബൈ എന്ന ഈ ഒരു വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ കണ്ട ഒരു സ്കാനറും ഒരു അഡ്രസ്സും കാണാം. ഒന്നുകിൽ ഈ സ്കാനറിലോട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്യുക, ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. നെറ്റ്വർക്ക് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ഇവിടെ ക്രെഡിറ്റ് ആകുകയില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ MT5 ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്ക് MT5 ആഡ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ ചെയ്യുക. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇനി MT5 ഞാൻ ഓപ്പൺ ചെയ്തു. MT5 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ മാനേജ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൈൻഡ് ബ്രോക്കർ എന്നുള്ളൊരു സെക്ഷൻ കാണാം. നിങ്ങളുടെ ബ്രോക്കർ ഏതാണോ എന്നുള്ളത് അവിടെ സെർച്ച് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഞാൻ XNS FX സെർച്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അൽപാരിയുടേതാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ അൽപാരി എന്നവിടെ സെർച്ച് ചെയ്യുക. അൽപാരി എന്ന ആ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്തപ്പം ഇവിടെ കണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജിലോട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സെർവറാണ്. സെർവർ അൽപാരി MT5 ആണ് എന്നുണ്ടെങ്കിൽ അത് റിയൽ അക്കൗണ്ട് ആണ് അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട അൽപാരി MT5 ഡെമോ എന്നുള്ള ഓപ്ഷൻ കാണാം. സോ നിങ്ങൾ ഡെമോ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അൽപാരി MT5 ഡെമോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഞാൻ റിയൽ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ട് അൽപാരി MT5 തന്നെ സെലക്ട് ചെയ്തു. ഇനി ലോഗിൻ എന്നുള്ള ഭാഗത്ത് കുറേ ആളുകൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. അവിടെ ഇമെയിൽ ID ആണ് ചിലവർ കൊടുക്കുന്നത്. സോ ഇമെയിൽ ID അല്ല, നിങ്ങളുടെ അക്കൗണ്ട് ID ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഉണ്ട് അക്കൗണ്ട് ID നേരെ ഒരു കോപ്പി സെക്ഷൻ കാണാം. അത് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഒരു പാസ്വേഡ് ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ആ ഒരു ലോഗിൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. സോ നെറ്റ് ചെറിയൊരു സ്ലോ ഉള്ളത് കൊണ്ടാണ് അവിടെ നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, MT5 ലൈൻ ആഡ് ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എങ്ങനെ INR ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായിട്ട് കാണാം.